ുന്നുണ്ട്. ലോകപ്രകാരം ഒന്നും അല്ലെങ്കിലും ചില ഹാപ്പിനെസ് എങ്കിലും, ചില സന്തോഷത്തിനു വേണ്ടിയെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടാവാം. ദൈവം അതുപോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന് ഒരു പുതിയ മാനം ദൈവം തരികയാണ്. ആ ഏകജാതനായ പുത്രനെയാണ് സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം കൊണ്ട് തൻ്റെ കൂടെ നടന്നവൻ ഒറ്റിക്കൊടുക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവം സ്നേഹിച്ചതുപോലെ ഉപാധികളില്ലാതെ, ദൈവം സ്നേഹിച്ചതുപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ ആത്മാർത്ഥമായി അവരുടെ നന്മകളിലേക്ക് തിരിച്ചു വിളിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു കഷ്ടാനുഭവത്തിൻ്റെ സ്മരണയിലാണ് നമ്മൾ. രണ്ടാമത് എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടാനുഭവം ചോദിച്ചത്?